സ്ട്രീറ്റ് ലൈറ്റ് ലേണിംഗ് മീഡിയയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ലോകത്തിൽ ജനിച്ചു വീണ ഏതൊരു മനുഷ്യന്റെ ജീവിതത്തിലും എത്രയോ അത്യന്താപേക്ഷിതമാണ് പ്രാർത്ഥന എന്ന് നമുക്കറിയാം. എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നവരാണെങ്കിലും എന്താണ് പ്രാർത്ഥന എന്നതിനെ പറ്റി ഒരുപക്ഷെ നാം ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഇന്ന് ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചെറിയ ചിന്ത എന്ന് പറയുന്നത് എന്താണ് പ്രാർത്ഥന എന്നതിനെ പറ്റിയാണ്. ഏതൊരു മതവിശ്വാസവും ഒരേപോലെ ഏറ്റുപറയുന്നത് പ്രാർത്ഥന എന്നത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ആഴമേറിയ ബന്ധമാണ് എന്നാണ്. ഞാനാകുന്ന ആത്മസത്തയെ കണ്ടെത്തലാണ് പ്രാർത്ഥന. എന്നിലെയും നിങ്ങളിലെയും ജീവശ്വാസമാണ് പ്രാർത്ഥന. സൃഷ്ടാവും സൃഷ്ടിയും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെയും ആഴമേറിയ ആത്മീയ സൗഹൃദത്തിന്റെയും കൂടിച്ചേരലാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. എന്നിലെ ഞാനെന്ന ഭാവത്തെ എന്നിൽ നിറഞ്ഞു മറഞ്ഞു കിടക്കുന്ന ദൈവീക സത്തയുമായി കൂട്ടിച്ചേർക്കുന്ന നിമിഷത്തെയും പ്രാർത്ഥന എന്ന് പറയാം. വിശക്കുമ്പോൾ ഒഴിഞ്ഞ വയറിന് ഭക്ഷണം ആവശ്യമെങ്കിൽ, ദാഹിക്കുമ്പോൾ വറ്റിയ നാവിന് ഒരു തുള്ളി ശുദ്ധജലം വേണമെന്നുണ്ടെങ്കിൽ, നരനായും നാരിയായും ജന്മം കൊണ്ടവരിലെ ആത്മാവിന്റെ ഭക്ഷണവും പാനീയവുമാണ് പ്രാർത്ഥന. പ്രാർത്ഥന എന്നത് സഹർഷത്തോടെയുള്ള അർത്ഥന എന്ന അർത്ഥമുണ്ടെങ്കിൽ, സഹർഷമെന്നാൽ സന്തോഷത്തോടെയും ആവേശത്തോടെയും ആനന്ദത്തോടെയും എന്ന് നാം അർത്ഥമാക്കുന്നുവെങ്കിൽ തിരിച്ചറിയണം, ഏതൊരു സന്തോഷത്തിന്റെയും ഉറവിടമാണ് പ്രാർത്ഥന എന്നത്. പ്രാർത്ഥിച്ചാൽ ലഭിക്കുമെന്ന വിശ്വാസത്തിന്റെ ഉറപ്പിലാണ് ഓരോ മനസ്സിന്റെ ഗർഭപാത്രത്തിലും പ്രാർത്ഥന ജന്മം കൊള്ളുന്നത്. തിരമാലയടങ്ങാത്ത കാറ്റും കോളും കൊണ്ട് പ്രക്ഷുബ്ധമായ കടലിനെ പോലെ ജീവിത സംഘർഷങ്ങളാൽ ആടിയുലയുന്ന മനസ്സിനെ ശാന്തമാക്കുവാൻ ഒരു നിമിഷത്തെ ദൈവനാമ സ്മരണയ്ക്ക് കഴിയുമെങ്കിൽ അതിനെയും പ്രാർത്ഥന എന്ന് തന്നെ പറയാം. ദൈവം വസിക്കുന്ന ഇടങ്ങളിൽ ശാന്തതയും ഏകാഗ്രതയും സൗമ്യതയും കൂടുകൂട്ടുമ്പോൾ ഉന്നതങ്ങളിലേക്ക് അറിയാതെ ഉയരുന്ന ഒരു ചെറു നിശ്വാസത്തെയും പ്രാർത്ഥന എന്ന് തന്നെ പറയാം. പ്രാർത്ഥന എന്നത് ആത്മസത്തയെ കണ്ടെത്തലാണ്. പ്രപഞ്ചത്തിലെ മനോഹരമായ ഈ പ്രകൃതിയിലെ നന്മകളെ ആകർഷിക്കലാണ്. ഉള്ളിലെ ഇരുളിനെ വെളിച്ചമാക്കുന്ന അനുഗ്രഹങ്ങളുടെ നീർച്ചാലാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. എന്നിലെയും നിന്നിലെയും നന്മയുടെ അകക്കാമ്പളക്കുവാൻ അന്തരാളങ്ങളിൽ നിന്നും നിർഗളിക്കുന്ന അനുഗ്രഹങ്ങളുടെ അമൃതാണ് പ്രാർത്ഥന. ഞാനും നിങ്ങളും വസിക്കുന്ന ഇടങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവീക അരൂപിയുമായുള്ള കൂടിച്ചേരലാണ് പ്രാർത്ഥന. ജീവിതത്തിന്റെ അർത്ഥം തേടിയുള്ള യാത്രയുടെ പ്രകാശ ഗോപുരമാണത്. ശുദ്ധരാകാനും ശക്തരാകാനും ശാന്തി നുകരാനും ആത്മീയ സായുജ്യമടയുവാനും തോഴനായി കൂടെ നടക്കുന്ന ഉറ്റവന്റെ പേരും പ്രാർത്ഥന എന്ന് തന്നെയാണ്. ഈ പ്രപഞ്ചത്തിന്റെ ഏതെങ്കിലും ഒരു ബിന്ദുവിൽ മുട്ടിട്ട ജീവന്റെ ഒഴിവാക്കാനാവാത്ത നിശ്വാസവും പ്രാർത്ഥന തന്നെയാണ്. ഉള്ളിന്റെ ആഴപ്പരപ്പിൽ അലയടിക്കുന്ന സകല സന്തോഷങ്ങളുടെയും ദുഃഖങ്ങളുടെയും പ്രയാസങ്ങളുടെയും വേദനകളുടെയും കണ്ണുനീർ തുള്ളികൾ മണ്ണിന്റെ മാറിലേക്ക് ഇറ്റിറ്റു വീഴുമ്പോൾ ഉന്നതന്റെ ചങ്കിലേക്ക് പതിക്കുന്ന അർത്ഥനയെ പ്രാർത്ഥന എന്നല്ലാതെ പിന്നെ എന്താണ് നമുക്ക് വിളിക്കാൻ സാധിക്കുക? എന്റെയും നിങ്ങളുടെയും ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് എപ്പോഴെങ്കിലും എന്റെ ദൈവമേ എന്നൊരു വിളി ഉയർന്നിട്ടുണ്ടെങ്കിൽ അതിനെയും പ്രാർത്ഥന എന്നല്ലാതെ പിന്നെ എന്താണ് നാം വിളിക്കുക? പ്രാർത്ഥന പഠിക്കുന്ന കുട്ടിയിൽ മാർക്കായി മാറുമ്പോൾ പഠിപ്പിക്കുന്ന അധ്യാപകരിൽ അറിവായും ജ്ഞാനമായും മാറുന്നു. ദമ്പതികളിൽ സ്നേഹമായി ആവിർഭവിക്കുമ്പോൾ മാതാപിതാക്കളിൽ കരുത്തിന്റെ അധ്വാനത്തിന്റെ കരുതലായി മാറുകയാണ് പ്രാർത്ഥന. ഉദ്യോഗാർത്ഥിയിൽ ഉദ്യോഗമായി തീരുന്ന പ്രാർത്ഥന അധ്വാനിക്കുന്നവന്റെ അന്തരാളങ്ങളിൽ ഊർജമായി പുനർജനിക്കുന്നു. രോഗിയിൽ സൗഖ്യമായി തീരുന്ന പ്രാർത്ഥന വൈദ്യന്റെ മൃദുലമായ കരതലങ്ങളിൽ പുതുജീവൻ നൽകുന്ന ഔഷധമായി തീരുകയാണ്. പ്രാർത്ഥന മനുഷ്യനും തമ്മിലുള്ള, ദൈവവും മനുഷ്യനും തമ്മിലുള്ള, ഞാനും നിങ്ങളും തമ്മിലുള്ള, നമ്മളും ദൈവവും തമ്മിലുള്ള സ്നേഹത്തിന്റെ ആത്മീയ സൗഹൃദത്തിന്റെ ഒന്നാകലാണ് എന്ന് നാം തിരിച്ചറിയണം. സ്നേഹത്തിന്റെ അമൃത് നുകരാൻ 1000 ദിനരാത്രങ്ങൾ തപസ്സിരിക്കണമെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, ഒരേ ഒരു നിമിഷത്തെ പൂർണ്ണമായ സമർപ്പണത്തോടു കൂടിയുള്ള ദൈവനാമ സ്മരണ മതി
അനുഗ്രഹങ്ങളുടെ നീർച്ചാലൊഴുകുന്ന പ്രാർത്ഥനയ്ക്ക് ജന്മം കൊടുക്കുവാൻ. പ്രാർത്ഥനയുടെ അവതാരങ്ങളെ പറ്റി എഴുതിയാൽ എഴുതിക്കൊണ്ടേയിരിക്കേണ്ടി വരും, പറഞ്ഞാൽ പറഞ്ഞുകൊണ്ടേയിരിക്കേണ്ടിയും വരും. എത്ര പറഞ്ഞാലും തീരാത്ത അനുഗ്രഹങ്ങളുടെ ഉറവിടമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഞാനും നിങ്ങളും നമുക്കെല്ലാം പ്രാർത്ഥനയിൽ ഒന്നു ചേരാം. ഈ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, സകല ചരാചരങ്ങളുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ട്. എൻ്റെ പേരും നിങ്ങളുടെ പേരും പ്രാർത്ഥന എന്നായി തീരട്ടെ. നമ്മളുടെ ഓരോരുത്തരിലും അനുഗ്രഹം നിറയട്ടെ. ഈ ലോകം മുഴുവനിലും അനുഗ്രഹം നിറയട്ടെ. നമുക്ക് അനുഗ്രഹമായി മാറാം. താങ്ക് യു.